കിട്ടാനൊക്കെ ഉള്ളു. എവിടെയും കിട്ടാത്ത വില 88 രൂപ 88 രൂപയ്ക്ക് കൊടുക്കും. 1.5 രൂപയ്ക്ക് കൊടുക്കും. 1.5 രൂപ കൊടുക്കാം. 1.5 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. 1,10,000. 10,000. അയ്യോ 2012 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. നമ്മുടെ സെലീരുടെ പ്രൈസ് 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ. ക്ലീൻ പീസ് വേണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആണ് കേട്ടോ. 1.15 കയ്യില് കിട്ടണം. ഇത് കൊടുക്കും. എവിടെ വന്നാലും 1.35 കുറഞ്ഞ് വണ്ടി കിട്ടത്തില്ല. 1.15 കേട്ടോ. എഞ്ചിൻ നല്ല എഞ്ചിൻ എല്ലാ വണ്ടിയേക്കും എഞ്ചിൻ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. ഞാൻ ഈ ആക്രി കൊടുക്കാണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ പോലും എഞ്ചിൻ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. സത്യം. ആക്രി കിട്ടുന്നതിനെക്കാട്ടി 5,000 രൂപ കുറച്ച് പാർട്ടിക്ക് കൊടുക്കും. നല്ല കൂടിയ അലോയ്സും ടയറും വണ്ടി ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടി 1.25 കൊടുക്കാം. 1.25 2015 വണ്ടി. 2015 വണ്ടി. നമസ്കാരം, പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഏഞ്ചൽ യൂസ്ഡ് കാർസിന്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ സെലിബ്രേറ്റ് എടുത്തിട്ടുണ്ട്. ചേട്ടാ വീടിനോട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ബഡ്ജറ്റ് കാറുകൾ മാക്സിമം വില കുറേ കൊടുക്കുകയാണ്. ഏറ്റവും വില മുഴുവൻ തീർക്കുകയാണ്. അപ്പം ഫുൾ ഒരുപാട് വണ്ടികളെ ബഡ്ജറ്റ് തീരെ വില കുറച്ച് കൊടുക്കുകയാണ്. മാക്സിമം കുറച്ച് കൊടുക്കുകയാണ്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന സ്ഥാപനമാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്ത സ്ഥലമാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് ലാസ്റ്റ് കല്ലമ്പലം തട്ടുപാലത്താണ് ലൊക്കേഷൻ വരുന്നത്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ചേട്ടാ പിന്നെ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. മെയിനായിട്ട് നമ്മൾ ഓഫർ സെയിലാണ്. തീരെ വില കുറച്ച് കൊടുക്കും. അത് മാത്രമല്ല എല്ലാവർക്കും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. എല്ലാ വണ്ടികൾക്കും ഗ്യാരണ്ടിയാണ്. ആക്സിഡന്റ് ആയ വണ്ടികളൊന്നും കിടപ്പില്ല. ആൾക്കാർ ചോദിക്കും എന്താണ് ഗ്യാരണ്ടി എന്ന്. നിങ്ങളെ പറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗ്യാരണ്ടി. അതാണ് അതിൻ്റെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. നിങ്ങളെ പറ്റിക്കത്തില്ല എന്നുള്ളതാണ് ഗ്യാരണ്ടി. പ്രത്യേകിച്ച് എഞ്ചിനും ഗിയറിനും ഗ്യാരണ്ടി ആയിരിക്കും. മറ്റ് പഴയ വണ്ടിയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ എല്ലാ വണ്ടികളിലും ഉണ്ടാവും. എല്ലാ വണ്ടികളും പൊടിയടിച്ച് വളരെ കാണാൻ രസമില്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. കൈവിയൊക്കെ എടുത്താലേ വണ്ടികൾ വൃത്തിയാവും. ഈ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഒരു സുഖമല്ല വണ്ടികൾ കാണാൻ. എല്ലായിടത്തുള്ള വണ്ടികൾ പോലെ തന്നെയാണ്. പഴയ വണ്ടികൾ എടുക്കാൻ വരുമ്പോഴും ഒരിക്കലും പുതിയതാണെന്ന് വിചാരിക്കല്. അതുപോലെ തന്നെ എല്ലാവരും പണിയാൻ കുറച്ച് പൈസ കരുതി വെച്ചിരിക്കണം. എത്ര നല്ലതാണെങ്കിലും കരുതി വെച്ചിരിക്കണം. വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കയറി വിലകൾ അന്വേഷിച്ചതിന് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും വില കുറവായിരിക്കും, ഏറ്റവും നല്ല വണ്ടികളായിരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് തരികയാണ്. നന്ദു 2011 അൾട്ടോ LXi പുതിയ വണ്ടി ഷോറൂമിൽ കിടന്നാൽ എങ്ങനെ കിടക്കും അതേ കണക്കിരിക്കുകയാണ്. റീടെസ്റ്റ് ഇന്നലെ കഴിഞ്ഞു. ഫുൾ പേപ്പർ ക്ലിയർ. ഏത് മോഡലാ? 2011 LXi. ഓണർ, സെക്കൻഡ് ഓണർ കേട്ടോ. ഏറ്റവും ഓഫർ വിലയ്ക്ക് കൊടുക്കുകയാണ്. ഏറ്റവും ഓഫർ വില 1,15,000 രൂപ. ഷോറൂമിൽ കിടക്കുന്ന പുതിയ വണ്ടി പോലെ ഇരിക്കും. 4 ടയറും നല്ലത്, ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, നല്ല പുതുപുത്തൻ വണ്ടി കണക്കിരിക്കും. ബാർഗെയിനിങ് ഇല്ലാത്ത വിലകളാണെന്ന് പറയുന്ന എല്ലാ വിലകളും പുത്തൻ ടയർ. സെക്കൻഡ് ഓണർഷിപ്പ്, ക്ലീൻ പീസ് വണ്ടി, 5 വർഷം പേപ്പറുള്ള വണ്ടി, 1,15,000 രൂപ. പേര് മാറുന്ന പൈസയും ബാർഗെയിനിങ് ഇല്ല. അതൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ. 1.15 കയ്യിൽ കിട്ടണം. ഇത് കൊടുക്കും. എവിടെ വന്നാലും 1.35 കുറഞ്ഞ് വണ്ടി കിട്ടത്തില്ല. 1.15 കേട്ടോ. നെക്സ്റ്റ് ഇയോൺ 2012 ഇയോൺ സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ചെറിയ ടച്ച് ചെയ്തപ്പോൾ മൈന്യൂട്ടായ ഒരു കളർ വ്യത്യാസം ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. കേട്ടാ, 2 പാഴ്സൽ തങ്കല് ചെറിയ അറിയത്തില്ല. അപ്പൊ അതിനൊക്കെ കുറഞ്ഞ വിലയല്ല. സിംഗിൾ ഓണർ ഇയോണ് 1 പുറത്ത് കിലോമീറ്റർ ഓടി 1.10 കൊടുക്കാം. 1,10,000 രൂപ. ഇയോൺ 2012 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. ഗ്യാരണ്ടി ആയിട്ടല്ലേ നന്ദു കൊടുക്കുന്നത്. അല്ലെങ്കിൽ മെക്കാനിക്കിനെ ആവശ്യമുള്ള ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കിയെടുക്കട്ടെ. എല്ലാ വണ്ടികളും എന്നെ വിശ്വസിച്ച് വരുന്നവർ മാത്രം ആരെയും കൊണ്ടുവരാതെ വരിക. ഫുൾ ഗ്യാരണ്ടി ഞാനാണ്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയും. ഏത് ഗ്യാരണ്ടി എങ്ങനെയായാലും ആളിനെ കൊണ്ടുവന്ന് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കിയെടുത്താലും ആ ഗ്യാരണ്ടി പിന്നെ മെക്കാനിക്ക് നോക്കിക്കൊള്ളണം. ഞാനല്ല. എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് എല്ലാം എന്റെ ഗ്യാരണ്ടിയാണ്. അതിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. 2014 സെലീരിയോ സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ, 4 പുതുപുത്തൻ ടയർ, ഒരു സ്ക്രാച്ചോ ഡെന്റോ ഒന്നുമില്ല. 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഒന്നുമില്ല. ഇതെല്ലാം ബാർഗെയിനിങ് ഇല്ലാത്ത വിലകളാണ്. എല്ലാ വണ്ടിക്കും അതാണ് വില. പേര് മാറുന്ന പൈസ എക്സ്ട്രാ തരേണ്ടി വരും. നിങ്ങൾ എവിടെ പോയാലും ഇങ്ങനെയുള്ള വണ്ടികൾ കിട്ടത്തില്ല. അത്രയും ക്വാളിറ്റിയാണ് വണ്ടി. 2,50,000 രൂപ. 2.5 ലക്ഷം രൂപയ്ക്ക് ക്ലീൻ പീസ് വേണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 4 പുതുപുത്തൻ ടയർ, ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഡെന്റ് ഇല്ല, ഒന്നുമില്ല. ഫുള്ള് ഈ പറഞ്ഞ വണ്ടികളെല്ലാം ഗ്യാരണ്ടിയാണ്. ഓക്കെ. 2013 ഇയോൺ ഡിലൈറ്റ് പ്ലസ്, ഒരു സ്ക്രാച്ചോ പോറലോ ഡെന്റോ ഒന്നുമില്ല. പാച്ച് വർക്കില്ല, ക്ലീൻ വണ്ടി. ഓണർഷിപ്പ് 3 കിലോമീറ്റർ 97.
97,000 കിലോമീറ്റർ. 97 കിലോമീറ്റർ, ഓണർഷിപ്പ് 3. ഓക്കെ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല പുതിയ സീറ്റ് കവർ, ഒരു പോറൽ പോലും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി. നീറ്റായി കിടപ്പുണ്ട് കേട്ടോ. ടയർ 4 പുത്തൻ ടയറും ഉണ്ട് അല്ലേ? 4 പുത്തൻ ടയർ. പുത്തൻ ടയർ 4 കിടപ്പുണ്ട്. വിലയെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ വില 1,35,000 രൂപ. 1,75 കുറഞ്ഞ് നന്ദകുമാറിന്റെ വീഡിയോയിൽ തന്നെ ഞാൻ മറ്റേ വീഡിയോയിൽ കണ്ട് 3-4 കൊണ്ട് ചേർത്തിട്ടിട്ട് 1,75 വില. ഇത് 1,35 വില. 1,35 കൊടുക്കാം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ, 1,35,000 വില. 35,000 രൂപ വില. 2009 ഡിസംബർ മാസം സ്പാർക്ക്. 2029 ഡിസംബർ വരെ ഉണ്ട് പേപ്പർ. ഓക്കെ, വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? ആക്സിഡന്റോ ഡെന്റോ പാച്ച് വർക്കോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. വണ്ടിയെല്ലാം കണ്ടീഷൻ ആണല്ലോ. ടയർ ഒരു സ്വപ്പം മോശമുണ്ട്. ഓക്കെ, പക്ഷേ വില ഏറ്റവും കുറഞ്ഞ വിലയാണ്. 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 50,000. നല്ല ക്വാളിറ്റി വണ്ടി. 50,000 രൂപ അല്ലേ? ടയർ എല്ലാം ആവറേജ് ആണ് കേട്ടോ. ടയർ ആവറേജ് കണ്ടീഷനേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ കുറവായിട്ട്. ബാക്കി എല്ലാം കണ്ടീഷനാണ്. ബെൽറ്റിന്റെ മറ്റൊരു ചെറിയൊരു കരച്ചിലുണ്ട്. അല്ലാതെ ക്വാളിറ്റി വണ്ടി പ്രശ്നമില്ല കേട്ടോ. ചേട്ടാ, അടുത്ത ഓൾട്ടോ 2007 അൾട്ടോ LX. AC മാത്രം വരുന്ന മോഡൽ. AC മാത്രം വരുന്ന മോഡൽ. ഓക്കെ, വണ്ടി കണ്ടീഷൻ ആണല്ലോ. വണ്ടി ടയർ മോശമുണ്ട്. അടിയിൽ ഒരു സ്വപ്പം പാച്ച് വർക്കൊക്കെ ഉണ്ട്. ടയർ മോശമുണ്ട്, പാച്ച് വർക്ക് ഉണ്ട്. പാച്ച് വർക്ക് ഉണ്ട്. അതിൻ്റെതായ 1 വർഷത്തിൽ കൂടുതൽ പേപ്പർ ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾ ചെയ്യാണ്ട്. പക്ഷെ അതിനായിട്ട് ബൾക്കായിട്ട് പൈസ കുറച്ചാണ് കൊടുക്കുന്നത്. 58 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 2007 വണ്ടി 58 രൂപ. 58 രൂപ. ഓക്കെ, വണ്ടി എഞ്ചിനൊക്കെ പക്കയാണല്ലോ. നല്ല എഞ്ചിൻ. നല്ല എഞ്ചിൻ എല്ലാ വണ്ടിയേക്കും എഞ്ചിൻ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. ഓക്കെ, ഞാൻ ഈ ആക്രി കൊടുക്കാനിട്ടിരിക്കുന്ന വണ്ടിയൊക്കെ പോലും എഞ്ചിൻ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. സത്യം. ആക്രി കിട്ടുന്നതിനെക്കാട്ടി 5,000 രൂപ കുറച്ച് പാർട്ടിക്ക് കൊടുക്കും. അപ്പൊ ഇന്ത്യക്ക് ആക്രി കൊടുത്താൽ 40 രൂപ കിട്ടും. ഞാൻ 35 രൂപയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുകയാണ്. നല്ല വണ്ടി. കോട്ടയത്ത് നിന്ന് ഓടി വന്ന വണ്ടിയാണ് ആ ബാക്കി കിടക്കുന്ന ഇന്ത്യക്ക. അത് ആക്രിയിൽ 40 രൂപ കിട്ടും. പക്ഷെ ഞാൻ 35 രൂപയ്ക്ക് കൊടുക്കും പാർട്ടിക്ക്. നെക്സ്റ്റ് ഓൾട്ടോ 2030 വരെ പേപ്പറുള്ള 2009 ഡിസംബർ മാസം അൾട്ടോ LX ആണ്. AC ഉള്ള വണ്ടി. LX അല്ലേ? AC എല്ലാം വർക്കിംഗ് ആണല്ലോ. AC എല്ലാം വർക്കിംഗ്. നല്ല ക്ലീൻ പീസ് വണ്ടി. ഓക്കെ, LX. ഓക്കെ, ടയറൊക്കെ കൊള്ളാൻ നല്ല കണ്ടീഷൻ ഉണ്ട്. ബാർഗെയിനിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വിലയാണ്. വില കുറച്ച് കൊടുക്കുകയാണ്. 88 രൂപയ്ക്ക് ഫൈനൽ വിലയ്ക്ക് കൊടുക്കും. പേര് മാറുന്ന പൈസ എക്സ്ട്രാ. 88 രൂപ. 2030 വരെ പേപ്പറുണ്ട്. ഹൈ ക്വാളിറ്റി ആണ്. ടയർ എല്ലാം നല്ല ടയർ. ഏതോ സ്വപ്പം തേയ്മാനമൊക്കെ ഉള്ളു. എവിടെയും കിട്ടാത്ത വില 88 രൂപയ്ക്ക് കൊടുക്കും. നെക്സ്റ്റ് എസ്റ്റിലോ 2011 2031 വരെ പേപ്പറുള്ള K സീരീസ്. നല്ല ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി, ഫുൾ ഗ്യാരണ്ടി. 5 വർഷം പേപ്പറുണ്ട്. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളു. നല്ല വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ആണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് അറിയാൻ വയ്യ. ബുക്ക് കൈ കിട്ടിയില്ല ടെസ്റ്റ് കഴിഞ്ഞ പിന്നെ. കിലോമീറ്റർ 73. വണ്ടി കണ്ടീഷൻ ആണല്ലോ. കണ്ടീഷനാണ്. ഗ്യാരണ്ടി കൊടുക്കുന്ന വണ്ടികളാണ്. 1.75 സനൂപിന്റെ നന്ദുന്റെ ഒക്കെ വീഡിയോയിലുള്ളത്. ഇത് 1.25. 1.25 കേട്ടാ. 5 വർഷം പേപ്പർ ഉണ്ട്. K സീരീസ് ആണ്. എല്ലാവർക്കും അറിയാം അതിനെ കുറിച്ച്. 1.25 കൊടുക്കാം. ഓക്കെ, 800 2002 1 വർഷത്തിലധികം പേപ്പർ ഉണ്ട് കേട്ടോ. ഓടിച്ച് പഠിക്കാൻ പറ്റും. ടയറൊക്കെ ഇത്തിരി മോശമൊക്കെ കാണിക്കുന്നുണ്ട്. പാച്ച് വർക്ക് ഇല്ല. എഞ്ചിൻ നല്ലത്, ഗിയർ നല്ലത്, ഡെന്റിങ് ഒന്നുമില്ല. ഈ ബോണറ്റിലൊക്കെ പെയിന്റിന്റെ ഒരു കുറവ് ഉള്ളതേ ഉള്ളു കേട്ടോ. വണ്ടി ഓടിക്കാനൊക്കെ നല്ല കാർബറേറ്റർ വണ്ടിയാണ് കേട്ടോ. കാർബറേറ്റർ വണ്ടി. ടയർ മോശമാണ്. 32 രൂപയ്ക്ക് കൊടുക്കാം. 32,000 രൂപ. ടയർ ഒരു ടയർ വലിയ മോശമുള്ളൂ. ബാക്കിയൊന്നും ഡെന്റ് എഞ്ചിൻ കൊള്ളാൻ. ഡെന്റിങ് ഇല്ല. പെയിന്റിംഗിൽ താണ്ട് ഇതുപോലെയുള്ള നരകളൊക്കെ ഉള്ളൂ. മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി 32 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. റെഡിഗോ 2016 ആണ്. 1-2 വീഡിയോയിൽ പോവാത്ത വണ്ടിയാണ് കേട്ടോ. ഇത് നേരത്തെ തന്നെ പോവാത്തത് കൊണ്ട് കുറച്ച് ഏറ്റവും താഴെ വന്ന് നിൽക്കുകയാണ്. അല്ല കുറെ ഇതിപ്പോ ഒരുപാട് വണ്ടികൾ അങ്ങനെയുണ്ട്. അതൊക്കെ അത് നേരത്തെ തന്നെ കുറച്ച് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോ 1.5 രൂപ ആയാലും കൊടുക്കാം കേട്ടോ. ഇത് കിലോമീറ്റർ 33,000 കിലോമീറ്റർ തേർഡ് ഓണർ ആയെന്നുള്ളതാണ് ഒരു വിഷയം കേട്ടോ. വണ്ടി കണ്ടീഷൻ പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ല വണ്ടി. ആണ്ട് ഈ ഡോർ പാഡുകളൊക്കെ നോക്കി 33,000 എന്ന് പറയുമ്പോഴേ എനിക്കൊരു ഡൗട്ട് പോലെയാണ്. പക്ഷെ നമ്മൾ ആ ഇന്റീരിയറെ ഈ ഡോർ പാഡുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താണ് നന്ദകുമാരെ കാണുന്നുണ്ട്. നീറ്റ് ആയിരിപ്പുണ്ടല്ലോ. പിന്നെ നീറ്റാണ് കേട്ടോ.
33,000 കിലോമീറ്റർ, ഓണർഷിപ്പ് തേർഡായി, ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. എടുത്തുകൊണ്ട് പോണവർക്ക്. ആ ടയർ മോശമുണ്ട് അല്ലേ? ഒരു ടയർ മോശമുണ്ട്. ബാക്കി ടയർ കുഴപ്പമില്ല. വേറെ ഡെന്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടി. 2016 ഡാറ്റ്സൺ റെഡിഗോ. വില എത്രയാടാ അപ്പൊ നമുക്ക്? 1.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. സലീമേട്ടാ നെക്സ്റ്റ് ഡാറ്റ്സൺ ഗോ 2015 വണ്ടി. ഓക്കെ. കുറച്ച് അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ടയർ പ്രൊഫൈൽ 4 ടയർ, വലിയ ടയറാണ്. അൾട്ര ചെയ്ത വലിയ ടയറാണ്. പ്രൊഫൈൽ കൂടിയ വലിയ ടയറാണ്. വണ്ടി അൾട്ര ചെയ്താണ്. ഇതും ചേട്ടാ മോഡൽ ഏതാ? 2015. ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. അത് കാരണമാണ് ഇതും ഇങ്ങനെ ആയിപ്പോയത്. വണ്ടി ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും കേട്ടോ. 4 ഓണർഷിപ്പായി. കിലോമീറ്റർ എത്ര ചേട്ടാ? കിലോമീറ്റർ 85,000 കിലോമീറ്റർ. ഓക്കെ. വണ്ടി കണ്ടീഷൻ നല്ല വണ്ടി. കണ്ടീഷൻ അല്ലെങ്കിൽ പറയട്ടെ. ഓക്കെ കേട്ടോ. അപ്പം അത്യാവശ്യം ടയർ പ്രൊഫൈൽ കൂടിയിട്ടുണ്ട്. വേറെ പ്രശ്നം നല്ല കൂടിയ അലോയ്സും ടയറും വണ്ടി ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടി. 1.25 കൊടുക്കാം. 1.25. 2015 വണ്ടി. 2015 വണ്ടി. i20 2014 വണ്ടി. 14 i20. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 2014 ഈ വണ്ടിക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ വീഡിയോ കണ്ട് എന്റെ വണ്ടി എടുക്കാനായിട്ട് ഒരു പാർട്ടി വന്ന് 2,90,000 രൂപയ്ക്ക് ഞാൻ സമ്മതിച്ച് എല്ലാം ക്ലിയർ ആയി പോയി. പക്ഷെ അവർ ചെന്ന് ഹിസ്റ്ററി നോക്കിയ സമയത്ത് ഈ വണ്ടി റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്ററിലും ചെറിയൊരു വേരിയേഷൻ കാണിച്ചു. അപ്പൊ ഞാനത് അവരുമായിട്ട് സംസാരിച്ചു. വണ്ടി റിട്ടേൺ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ റിട്ടേൺ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് ഇതുപോലൊരു ഒബ്ജക്ഷൻ വെച്ച്, വണ്ടിക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ, പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് തരാം. ഇത് റീ രജിസ്ട്രേഷൻ എന്നുള്ള ഒരൊറ്റ കംപ്ലൈൻറ്റേ ഉള്ളൂ. വില അങ്ങനെ 25,000 രൂപ കുറച്ച് അവരെനിക്ക് റീഫണ്ട് ചെയ്തു. ആ 25,000 രൂപ 1.90 2.90 എന്ന 25,000 രൂപ കുറച്ച് ഈ വണ്ടി കൊടുക്കും. ഈ വണ്ടി ഫുൾ ഗ്യാരണ്ടിയിലായിരിക്കും കൊടുക്കുന്നത്. പറഞ്ഞു ഈ റീ രജിസ്ട്രേഷൻ എന്നുള്ള ഒരൊറ്റ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അല്ലാതെ വണ്ടിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും കംപ്ലൈന്റ് ഇല്ല. അപ്പൊ നെക്സ്റ്റ് വണ്ടി ഫിയറ്റ് പുണ്ടോ, ഫുൾ ഓപ്ഷൻ വണ്ടി. അത് 1-2 വീഡിയോയിൽ ഉണ്ടായിരുന്നു. മുതല് കുറച്ച വിലക്കാണ് അന്നേ ഇട്ടിരുന്നത്. ഡീസൽ വണ്ടി. പിന്നെ എഞ്ചിൻ പണിതിട്ടുണ്ട്. 4 പുത്തൻ ടയറാണ്. ടർബോ മാറിയിട്ടുണ്ട്. ഇഞ്ചക്ടർ മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്തോ ഒരു സൈഡിൽ ചെറിയ സൗണ്ട് ഉണ്ടെന്ന് പറയുന്നു കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. എല്ലാം പണി വെച്ചിട്ടുണ്ട്. എല്ലാം പണിതിട്ടുണ്ട്. ടെസ്റ്റും കഴിഞ്ഞു. 5 വർഷത്തെ പേപ്പറും ഉണ്ട്. വില 1.30 കൊടുക്കാം. 1,30,000 രൂപയ്ക്കായാലും കൊടുക്കാം കേട്ടോ. എഞ്ചിൻ പണിത വണ്ടിയാണ്. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ബാക്കി പണികളെല്ലാം ചെയ്തതാണ്. 1.30 കൊടുക്കാം. ശരി സലീമേട്ടാ, നെക്സ്റ്റ് ഓൾട്ടോ കേട്ടൺ 2010 അൾട്ടോ കേട്ടൺ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. 2030 വരെ പേപ്പറുണ്ട്. 4 ടയറും പുത്തൻ ടയറും ഉണ്ടല്ലേ? VXI വണ്ടി. വണ്ടികൾ വൃത്തിയുള്ള വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി അല്ലേ? നല്ല വണ്ടി. ഓക്കെ, നീറ്റ് വണ്ടി. നല്ല കളറുമാണ്. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. കളറ്. നല്ല വണ്ടി. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല. ഓണർ സെക്കൻഡ്. കിലോമീറ്റർ 1.25. വില 1.46. ഈ പറഞ്ഞ ഒരു വണ്ടിയേക്കും പറയാം. ആര് വന്നാലും വില ഒന്നായിരിക്കും. ബാർഗെയിൻ ചെയ്യാനുള്ളവര് വരരുത്. നിങ്ങൾക്ക് വില കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുക്കുക. എഞ്ചിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് തരും. ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാനുള്ളവർ അങ്ങനെ വരണം. ഏത് വണ്ടി എടുത്താലും പൈസ എത്തി കരുതി വെക്കണം. അങ്ങനെയൊക്കെയാണ്. ബാർഗെയിനിങ് ഇല്ല. എല്ലാവർക്കും ഒരു വിലയാണ്. ഇനിയിപ്പം കച്ചവടക്കാർ വന്നാലും പാർട്ടി വന്നാലും ഒരൊറ്റ വിലയാണ്. നിങ്ങൾക്ക് വില ബാർഗെയിനിങ് ചെയ്യണമെന്നുള്ളവർ നിങ്ങൾ തന്നെ മനസ്സിൽ ഒരു 10,000-20,000 രൂപ കൂട്ടി വെച്ചിട്ട് കുറച്ച് മേടിക്കുക. ബാർഗെയിനിങ് ഇല്ല. അപ്പോൾ വില എത്ര? 2010 1.46. 1.46. ഓക്കെ. അപ്പോൾ ഇഞ്ചോളുടെ വീട് തൽക്കാലം അതിൻ്റെ പേയാണ്. കുറച്ച് വണ്ടികൾ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ 2 എപ്പിസോഡാണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഉടനെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണാം.